നടുക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഒരു വ്ളോഗറാണ് ആ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത്. ആ വ്ളോഗർ പറയുന്നത് അത് രാഹുലിൻ്റെ ഓഡിയോ ക്ലിപ്പാണെന്നാണ്. ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. അതിനുശേഷം എന്താണ് സത്യാവസ്ഥ, അത് രാഹുലിൻ്റെതാണോ? വ്ളോഗർ പറയുന്നത് വ്ളോഗറിൻ്റെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ അതായത് തന്തക്കും തള്ളക്കും അമ്മക്കും പെങ്ങന്മാർക്കും ഒക്കെ രാഹുൽ മാങ്കൂടത്തിൽ തെറി വിളിച്ചിട്ടാണ് വോയിസ് ഇട്ടതെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ഒന്നൊന്നായിട്ട് കേട്ടു നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ വീഡിയോ അവസാനം വരെ കാണണം. അതായത് ഏറ്റവും അവസാനം ട്വിസ്റ്റ് ഉണ്ട്, അതൊക്കെ അറിഞ്ഞാലാണ് ആര് തെറ്റുകാരെന്നൊക്കെ നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, രാഹുൽ മാങ്കൂട്ടം ജി, മോശമല്ലേ ഈ കാണിക്കുന്നതൊക്കെ? പിള്ളേരാരെങ്കിലും ഈ നിങ്ങളിടുന്ന സ്റ്റോറിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തമാശ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയൊക്കെ പറയാമോ? നിന്റെ അമ്മയോ പെണ്ണുംപിള്ളയോ പെങ്ങളോ അല്ലല്ലോ പറഞ്ഞേക്കുന്നേ. ഓക്കെ, ഈ വ്ളോഗർ പറയുന്നത് രാഹുലിൻ്റെ വോയിസ് എന്നാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയുകയാണ്. ഒന്നാമത്, ഇത് രാഹുലിൻ്റെ വോയിസ് അല്ല, AI ഉള്ള ഒരു നാടാണ്. ഇങ്ങനെയുള്ള വോയിസ് നമുക്ക് നിർമ്മിക്കാം, എൻ്റെ വോയിസ് നിർമ്മിക്കാം, അതായത് എങ്ങനെ വേണമെങ്കിൽ നിർമ്മിക്കാം. നമ്മുടെ നാട് അങ്ങനെയാണ്. ഓക്കെ, അതിനുശേഷം ഈ വ്ളോഗർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. അതായത് ഇവിടെ ഒറ്റ മിനിറ്റ് നോക്കൂ നിങ്ങൾ. അതായത് പറയുന്നത് പെണ്ണ് പിടിയാന്ന്. പെണ്ണ് പിടിയാന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ നിൽക്കോ? ഇതേ വ്ളോഗറോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് ആരെങ്കിലും പെണ്ണ് പിടിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കോ? ഞാൻ ചോദിക്കും, നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിപ്പിടിച്ചോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നിന്റെ പെങ്ങളെ അമ്മയെ ഞാൻ പിടിച്ചോ ഞാൻ ചോദിക്കും. അങ്ങനെ രാഹുൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തെറ്റാണ് അതിലുള്ളത്? ഇവിടെ ഒരു കാര്യം പറയാം, നമ്മുടെ രാഹുൽ അല്ല അത് ചോദിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായി കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ റിച്ചിന് വേണ്ടി ഇദ്ദേഹം ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയുന്നില്ല, ഇദ്ദേഹത്തിന് ആരോ അയച്ചു കൊടുത്തതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോട്, ഈ പൊന്നു വ്ളോഗറോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ അയച്ചു തരും, അതൊക്കെ അതിൽ സത്യാവസ്ഥ ഉണ്ടോ നമ്മൾ അന്വേഷിക്കണം. ഇത് ഈ കാലം നിങ്ങൾക്കറിയില്ലേ പൊന്നു വ്ളോഗറെ, ഇങ്ങനെയുള്ള ക്രേസിയാണ് ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഇദ്ദേഹം ബാക്കിയും കൂടി പറയുന്നുണ്ട്. ഏറ്റവും അവസാനം വരെ കാരണം ട്വിസ്റ്റ് ഉണ്ട്. ഓക്കെ, ബാക്കി കേട്ട് നോക്കാം. ഒരാളുടെ മാത്രം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നതിനെ ഞാൻ ഇന്നും എതിർക്കുന്നു. പക്ഷെ ഒരു ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്ന നിങ്ങൾ ഇതുപോലെ വന്നേച്ച് ഒരാളുടെ അമ്മേനെയും പെങ്ങളെയും ഭാര്യനെയും ഒക്കെ പറയുന്നത് വെറും ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ ചെറ്റത്തരം തന്നെയാണ് രാഹുലെ. എന്റെ പൊന്നു വ്ളോഗറോട് ഒരു കാര്യം പറയുകയാണ്, എന്ത് തെറ്റാണ് രാഹുൽ മാങ്കൂടത്തിൽ ചെയ്തത്? അതായത് പെണ്ണ് പിടിയാന്ന് ചോദിച്ചാൽ ഞാനും പറയും, നിങ്ങളും പറയും, എല്ലാവരും പറയും. നമ്മുടെ രാഹുലിന് വന്ന 3 കേസ്, ആ 3 കേസ് കോടതി പറഞ്ഞോ രാഹുൽ കുറ്റക്കാരൻ? ഇല്ലല്ലേ. അത് കോടതിയിൽ അതിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞാലല്ലേ തെറ്റുകാരനാവുന്നത്. ഇപ്പോ അതായത് വെറുതെ പെണ്ണ് പിടിയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചു? ഞാൻ ചോദിക്കും, ഞാൻ ഉറപ്പായിട്ടും എൻ്റെ നിലപാട് അങ്ങനെയാണ്. എന്നെ നിങ്ങൾ നെഗറ്റീവ് അടിച്ചാലും പ്രശ്നമില്ല. എന്നെ ആരെങ്കിലും വന്ന് പെണ്ണ് പിടിയാന്ന് വെച്ചാൽ ഞാൻ ചോദിക്കും, നിന്റെ പെങ്ങളെ ഞാൻ പിടിക്കുന്നു, നീ കണ്ടോ? ഞാൻ ചോദിക്കും. അതിനുള്ള ആണത്വം എനിക്കുണ്ട്, അതിലൊന്നും ഒരു തെറ്റുമില്ല. അതായത് അവന്മാർക്ക് എന്തും ചോദിക്കാം. നമ്മുടെ രാഹുൽ ഒരു റീപ്ലൈ കൊടുക്കുന്നതാണ് തെറ്റ്. ഒരു കാര്യം പറയാൻ പൊന്നു മനുഷ്യന്മാർ, അത് രാഹുലിന്റെ വോയിസ് അല്ല, അത് വേറെ സംഗതിയാണ്, ആരോ ക്രിയേറ്റ് ചെയ്താണ്. ഓക്കെ, നമുക്ക് മറുപടി കൊടുക്കണ്ടേ? ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. വ്ളോഗർ ഇതിനെ കുറിച്ചിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. എന്തായാലും കുറെ ആളുകൾ ഞെട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കാഞ്ഞത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ അങ്ങ് പറയുക, ഞാൻ ഇതിന് തൊട്ട് മുമ്പിട്ടിരിക്കുന്ന വീഡിയോ രാഹുൽ മാങ്കൂട്ടം ഒരാളെ വിളിച്ചിട്ട് അമ്മയുടെയും അവന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും കെട്ടിയവർക്കും ഒക്കെ പറയുന്ന ഒരു വോയിസ് മെസ്സേജ് ഞാൻ അതിന്റെ വീഡിയോ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്റെ ഇൻബോക്സിലായിക്കോട്ടെ, ആ വീഡിയോയുടെ കമന്റ് ബോക്സിലായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ നിറയുന്നത്, നീ ആ ശബ്ദം കേട്ട് നോക്കടാ, അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ലടാ. എൻ്റെ പൊന്നു ചങ്ങായി, ഞാൻ ആ ശബ്ദം 10 തവണ കേട്ടു. അത് രാഹുലിൻ്റെ ശബ്ദമല്ല, അത് വേറെ സംഗതിയാണ്. അതായത് എൻ്റെ ഇൻബോക്സ്, എനിക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട്. ബ്രോ ഇതാണ് തെളിവ്, ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ സൂക്ഷിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വ്ളോഗറോട് എനിക്ക് പറയാനുള്ളത്, പൊന്നു വ്ളോഗറെ, ആരെങ്കിലും അയച്ചു തരുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ട് അതിനെ വീഡിയോ ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയല്ല. വീഡിയോയുടെ അവസാന ഭാഗം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ട്വിസ്റ്റ് ഉണ്ട്. വീണ്ടും ഞാൻ പറയുന്നത് ഏറ്റവും അവസാനം വരെ കാണണം. ഓക്കെ, അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ, ഈ വീഡിയോ 4 ആളിലേക്ക് എത്തണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടം ജി ഇങ്ങനൊന്നും ചെയ്യത്തില്ലടാ, നിനക്ക് ബുദ്ധി ഇല്ലടാ, നീ മണ്ടനാണോടാ എന്നൊക്കെ ചോദിക്കുന്ന ചില മാന്യന്മാരെ ഞാൻ കണ്ടിരുന്നു. അവർക്ക് എല്ലാവർക്കും കമന്റിൽ പോയി റിപ്ലൈ കൊടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് പറയുകയാണ്. ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒഫീഷ്യൽ പേജിൽ നിന്നിട്ട് ഇൻബോക്സിൽ വന്ന മെസ്സേജ് ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തന്നത്. എന്തെങ്കിലും തെളിവുണ്ടോ ചങ്ങായി? ഇപ്പോൾ ഇവൻ പറയും, ഞാൻ പറയുമ്പോൾ രാഹുൽ കേസ് കൊടുക്കട്ടെ എന്ന്. രാഹുൽ ഇതിന് കേസ് കൊടുക്കുമോ?
രാഹുലിന് എൻ്റെ പൊന്ന് ചങ്ങായി, രാഹുലിന് നീയൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കാണുന്നതാണ്. രാഹുൽ അവിടെ എക്സിറ്റ് പോൾ റെഡിയാക്കുന്നുണ്ട്, ആരാണ് മുഖ്യമന്ത്രി ആവുന്നത്, ആർക്കാണ് സീറ്റ് കൂടുതൽ, അതിൻ്റെ തിരക്കിൽ രാഹുൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോയിൽ 100 കണക്കിന് ലക്ഷക്കണക്കിന് വീഡിയോസാണ് രാഹുലിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ അത് മൈൻഡ് പോലും ചെയ്യില്ല എന്ന് ഈ ചങ്ങായിക്കും അറിയും. അതുകൊണ്ടാണ് പറയുന്നത്. പൊന്നു ചങ്ങായി, നീയൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ള ചങ്ങായിയാണ്, പക്ഷേ യൂട്യൂബിൽ ലെങ്ത് വീഡിയോ ഇടുന്നില്ല ഈ ഒരു വ്ളോഗർ. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന അത്യാവശ്യം വ്യൂസ് ഉള്ള നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരു ചങ്ങായിയാണ് ഇവൻ. അപ്പോൾ ഇവനോട് എനിക്ക് പറയാനുള്ള, ഇത്തിരിയെങ്കിലും നമുക്കൊരു സംഗതി കിട്ടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല എന്ന് എനിക്ക് പേഴ്സണലി നല്ല ഉറപ്പുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. ടിസ്റ്റ് ഉണ്ട് അവസാനം, ഞാൻ വെച്ചിത്തരാം. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ല എന്നുണ്ടെങ്കിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ തെളിയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എനിക്കെതിരെ കേസ് കൊടുക്കാനും നിയമം വഴി എന്നെ പൂട്ടാനും. ഇനി അല്ല അത് രാഹുൽ മാങ്കൂട്ടം അല്ല ആ മെസ്സേജ് അയച്ചത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇതുപോലെയുള്ള തെണ്ടിത്തരം പറയാനായിട്ട് ഏത് മറ്റേമോനാണ് കൊടുത്തിരിക്കുന്ന അവകാശം എന്നുള്ളത് അദ്ദേഹമാണ് തെളിയിക്കേണ്ടത്. പൊന്നു ചങ്ങായി, ഈ 5 ലക്ഷം അല്ല 1 മില്യൺ ഫോളോവേഴ്സ് ഇരിക്കട്ടെ, എന്നെ ആരെങ്കിലും അല്ലെങ്കിൽ 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ളവനെ നീ പെണ്ണ് പിടിയാന്ന് പറഞ്ഞാൽ അതേടാ ഞാൻ പെണ്ണ് പിടിയാന്ന് പറഞ്ഞ ഒരു സ്മൈൽ ഇട്ടിട്ട് റിപ്ലൈ കൊടുക്കണമെന്നാണോ പറഞ്ഞത്? രാഹുലിനെ പെണ്ണ് പിടിയാന്ന് പറയുമ്പോൾ രാഹുൽ അവിടെ ചോദിച്ചു, അത് രാഹുലിന്റെ വോയിസ് അല്ല, ഒന്നും കൂടി പറയാം. അതായത് ഈ ചങ്ങായി പറയുന്നത്, രാഹുൽ ചോദിച്ചു നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിപ്പിടിച്ചോ, അമ്മയെ ഞാൻ കെട്ടിപ്പിടിച്ചോ, ഭാര്യയെ ഞാൻ പിടിച്ചോ എന്നാണ് രാഹുൽ ചോദിച്ചത്. അതിൽ എന്ത് തെറ്റാണുള്ളത്? എൻ്റെ ഇൻബോക്സിൽ വന്ന് പെണ്ണ് പിടിയാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ പെണ്ണ് പിടിയാന്ന് പറഞ്ഞു, ഞാൻ ചോദിക്കും നിന്റെ പെങ്ങളെ ഞാൻ പിടിച്ചോടാ, നീ കണ്ടോടാ, നിന്റെ ഭാര്യയെ ഞാൻ പിടിച്ചോ, നിന്റെ മറ്റവനെ ഞാൻ പിടിച്ചോ എന്ന് നമ്മളെ ചോദിക്കും. അതല്ലേ? അങ്ങനെ അവൻ്റെ ആരെങ്കിലും പിടിച്ചാലല്ലേ ഞാൻ പെണ്ണ് പിടിയാനാവുന്നത്. ഇനിയാണ് ഇവൻ്റെ കള്ളത്തരം ഞാൻ പൊളിക്കാൻ പോകുന്നത്. നിങ്ങൾ അടുത്ത വീഡിയോ കാണണം. ഓക്കെ, ഇനിയാണ് ടിസ്റ്റ് ഉള്ളത്. പ്രിയപ്പെട്ട ന്യായീകരണ തൊഴിലാളികളെ, പോയി, ഞാൻ നിർത്തി. ഇനി ഞാൻ പറയത്തില്ല. നിർത്തി എന്ന് പറഞ്ഞാൽ നിർത്തി. ഞാൻ ഇനി പറയത്തില്ല. ആദ്യത്തെ വീഡിയോ ഇട്ട നിമിഷങ്ങൾക്കകം തന്നെ പുള്ളി അയച്ച വോയിസ് മെസ്സേജ്, അതായത് നീയൊക്കെ വന്ന് ന്യായീകരിക്കുന്ന, പുള്ളി അയക്കാത്ത അല്ലെങ്കിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള, ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാനിപ്പോൾ കുഴിച്ചെടുത്തെന്ന് പറയുന്ന ആ വോയിസ് മെസ്സേജ് പുള്ളി ഡിലീറ്റ് ആക്കിയിട്ട് ഓടി. എൻ്റെ പൊന്നു വ്ളോഗറെ, നിനക്ക് എന്തില്ലെങ്കിൽ നല്ല ഫോളോവേഴ്സ് ഉള്ളൊരു ചങ്ങായിയല്ലേ. രാഹുൽ ഇവനിട്ട മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. ഇവനെന്നല്ല, ഇവൻ്റെ ഏതോ ഫ്രണ്ടിൽ നിന്നാണ് പറയുന്നത്, ഇത് ഡിലീറ്റ് ചെയ്ത് മുങ്ങി എന്നാണ് പറയുന്നത്. നാണമുണ്ടോ? അതായത് പണിയാവുന്നു എന്നറിയുമ്പോൾ ആ ചങ്ങായി ഇതാരാണ് ഉണ്ടാക്കിയത് അവൻ തന്നെ റിട്ടേൺ ഒന്ന് അയച്ചു കൊടുക്കുന്നു, രാഹുൽ അൺസെൻഡ് ചെയ്തു എന്ന്. ഇവന്മാർക്ക് ഉറപ്പുണ്ട് രാഹുൽ ഇതിനെക്കുറിച്ചിട്ട് പ്രതികരിക്കൂല. രാഹുലിന് 100 തിരക്കുണ്ട്, ലക്ഷക്കണക്കിന് റിയാക്ഷനാണ് രാഹുലിനെതിരെ സപ്പോർട്ടായിട്ടും നെഗറ്റീവായിട്ടും വരുന്നത്. അതിൻ്റെ പിന്നിൽ രാഹുൽ നല്ല രാഷ്ട്രീയക്കാർ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അറിയും. പിന്നെ കുറേ പേര്, നല്ലവരായ ചില മനുഷ്യന്മാർ ഇൻബോക്സിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് പറയുകയാണ് അൺസെൻഡ് ചെയ്തതാണ്. തീർന്നല്ലേ, ഞാൻ നിർത്തി. എന്തിനാണ് നിർത്തുന്നത്? അതുമായിട്ട് മുന്നോട്ട് പോകണം, തെളിയിക്കണം. വ്ളോഗറോട് ഞാൻ പറയാതെ രാഹുലാണെന്ന് ഉറപ്പിച്ചിട്ട് തെളിയിച്ചിട്ടേ പോയാൽ മതി. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, തെറ്റ് ചെയ്തിട്ടില്ല, എന്തിനാ ഡിലീറ്റ് ചെയ്തത്? ഞാനൊന്നും ചോദിക്കുന്നില്ലേ, ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. ഓരത്തെ വന്നു പറയുന്നു, അയ്യോ നിനക്ക് എന്താണോ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, നീ അതെന്താണ് മറ്റവനാണ് മറിച്ചവനാണെന്ന് ഞങ്ങളും കരുത്. ഞാൻ ഒരു മൈരുവല്ല. തെറ്റ് കണ്ടാ പറയും. അതിപ്പോ കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും BJP കാരനായാലും. സംഘി ന്യായീകരണം കണ്ടിട്ടുണ്ട്, കമ്മി ന്യായീകരണം കണ്ടിട്ടുണ്ട്, ഇപ്പൊ കൊങ്ങി ന്യായീകരണങ്ങളും ഈ കമന്റ് ബോക്സുകളിൽ ഞാൻ കാണുന്നുണ്ട്. എന്റെ പൊന്നു ബ്രോ, അതായത് ബ്രോയുടെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ കാണലുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ബ്രോയോട് പറയുകയാണ്, തെറ്റ് വിളിച്ച് പറയണം, പക്ഷേ ആരാണ്ട് എന്തെങ്കിലും ഒന്ന് അയച്ച് തന്നിട്ട് അതിനെ റിയാക്ട് ചെയ്യാൻ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസ് സമയത്ത് പൊന്നു മനുഷ്യന്മാർ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിനക്ക് വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, 30,000 സബ്സ്ക്രൈബേഴ്സാണ് ആ ടൈമിലുണ്ടായി. ബിഗ് ബോസ് സമയത്ത് എനിക്ക് ഏതോ ഒരു ഐഡിയയിൽ നിന്ന് മറ്റേ സമ്മർ മീഡിയ മറ്റേ ചങ്ങായിമാർ ആരോ പൈസ മേടിച്ചു, ബ്രോ നീ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് അയച്ചത്. ഞാനത് റിയാക്ട് ചെയ്തു. അതൊക്കെ വെറുതെ ആൾക്കാർ എന്തൊക്കെയോ വാർത്ത കൊടുക്കുന്നു. അതൊക്കെ ഞാൻ റിയാക്ട് ചെയ്തതിന് ശേഷമാണ് എനിക്കറിഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന്. അതൊക്കെ ആരോ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ട്, എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ഒരു വാർത്ത അയച്ചു തന്നു എന്ന്. അപ്പോൾ ബ്രോയോട് ഞാൻ പറയാം, നല്ല രീതിയിൽ ഫോളോവേഴ്സുള്ള ചങ്ങയാണ്, നിന്നെ തകർക്കാനായിട്ട് കുറേ പേര് രംഗത്ത് വരും. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്ത പരമാവധി ഉള്ളതാണെങ്കിൽ രാഹുൽ, നീയൊക്കെ എന്നെ ബോധമുണ്ട് രാഹുൽ എലക്ഷൻ്റെ തിരക്കിൽ ഇതിനൊക്കെ അൺസെൻഡ് ചെയ്യാനും മെസ്സേജ് ഇടാനും വരുമെന്ന്. രാഹുലിനൊക്കെ പോകുന്നത് ലക്ഷക്കണക്കിന് മെസ്സേജാണ്. ഞാൻ ഈ ബ്രോയുടെ ഒരു കാര്യം പറയാം, ഞാനൊരു ക്രീം ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ നമ്പർ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരുടെ കയ്യിലുണ്ട്. എത്ര അമ്മമാരാണ് എന്നെ വിളിച്ചിട്ട് രാഹുലിനെ അന്വേഷിക്കുന്നത്. അപ്പോൾ ആ രാഹുലിന് പേഴ്സണലി എത്ര മെസ്സേജ് പോകും. ആ മെസ്സേജൊക്കെ രാഹുൽ റീപ്ലൈ കൊടുക്കുന്നതാണോ നീ പറയുന്നത് ബ്രോ?
അതായത് ഇതൊക്കെ വെറുതെ ഫേക്കായിട്ട് ആ വോയിസ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത് രാഹുലിൻ്റെ വോയിസ് അല്ല എന്ന്. പിന്നെ എന്തിനാണ് വെറുതെ നെഗറ്റീവ് ഉണ്ടാക്കുന്നത്? നാണമുണ്ടോ? ഓക്കെ, ഏറ്റവും അവസാനം ഇദ്ദേഹം പറഞ്ഞ് കേട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തെറ്റ് ചെയ്തിട്ടില്ല, എന്തിനാ ഡിലീറ്റ് ചെയ്തത്? ഞാനൊന്നും ചോദിക്കുന്നില്ലേ, ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. ഓരത്തെ വന്നു പറയുന്നു, അയ്യോ നിനക്ക് എന്താണോ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, നീ എന്താ മറ്റവനാണ് മറിച്ചവനാണെന്ന് ഞങ്ങളും കരുതി. ഞാൻ ഒരു മൈരുമല്ല, തെറ്റ് കണ്ടാ പറയും. അതിപ്പോ കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും BJP-കാരനായാലും. സംഘി ന്യായീകരണം കണ്ടിട്ടുണ്ട്, കമ്മി ന്യായീകരണം കണ്ടിട്ടുണ്ട്, ഇപ്പൊ കൊങ്ങി ന്യായീകരണങ്ങളും ഈ കമന്റ് ബോക്സുകളിൽ ഞാൻ കാണുന്നുണ്ട്. പൊന്നു മോനെ, ഒരു കാര്യം പറയാം. ഷാജാൻ എന്ന് പറയുന്ന ഒരു ചങ്ങായി ഉണ്ട്, മറ്റേ മലപ്പുറക്കാരനാണ്. എത്രയോ മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായതാണ്. തൊപ്പിയെ വേണ്ടാത്തത് വിളിച്ചിട്ട് രംഗത്ത് വന്നപ്പോൾ ഫോളോവേഴ്സൊക്കെ അൺഫോളോ ആയത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരിക്കൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത ജനങ്ങൾ നമ്മൾ നല്ല വാർത്ത കൊടുക്കുമെന്നാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 1-2 തെറ്റൊക്കെ കണ്ടാൽ ക്ഷമിക്കും. പക്ഷെ നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചൊരു 4 വീഡിയോസ് എന്താണ് ഇദ്ദേഹം അപ്ലോഡ് ചെയ്തത്? ആർക്കറിയും? ഇതൊക്കെ ഈസിയാണ്. ഈ ബ്രോ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ എന്നെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ബ്രോ കാണിച്ചത് പോലത്തെ ഒരു വോയിസ് ഞാൻ റെഡിയാക്കാം. എനിക്കയ്യും, എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ പറ്റിയ ആപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആരെങ്കിലും എന്തെങ്കിലും അയച്ചു തന്നാൽ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് രാഹുലിനെ വിളിക്കുക, അല്ലെങ്കിൽ രാഹുലിൻ്റെ ഓഫീസിനെ വിളിക്കുക. അദ്ദേഹം ഒരു MLA അല്ല, അദ്ദേഹം നമ്പർ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ട്. ഇങ്ങനെ രാഹുൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, നിങ്ങളുടേതാണോ? ഒരു ഫോൺ റെക്കോർഡ് വേണമെങ്കിൽ അത് അങ്ങനെ രാഹുലിനെ വിളിച്ചിട്ട് റെക്കോർഡ് ചെയ്യാം. രാഹുൽ അതല്ലാന്ന് അത് ആണ് എൻ്റെതാണെന്ന് പറഞ്ഞാൽ നമുക്ക് റിയാക്ട് ചെയ്യാം. അല്ലാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴത്തെ കാലമാണ് പൊന്നുമോനെ. അതായത് ഒന്ന് ശ്രദ്ധിക്കൂ, പണി വരും. ഇപ്പോൾ നമ്മുടെ രാഹുൽ ഇതിനൊക്കെ റിയാക്ട് ചെയ്യൂല, എന്ത് പറഞ്ഞാലും റിയാക്ട് ചെയ്യൂല എന്ന് മിണ്ടാതെ ഇരുന്നിട്ട് കാര്യമില്ല. എപ്പോഴാണ് മനുഷ്യന്മാർ റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റൂല. കോടതിക്കൊക്കെ കയറി കഴിഞ്ഞാൽ കേസിൻ്റെ പിന്നിൽ നടക്കേണ്ടി വരും. അപ്പോൾ പൊന്നാര വ്ളോഗറോട് ഒരു കാര്യം കൂടി പറയുകയാണ്, അയച്ചു തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പെട്ടാൽ നമ്മൾ മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ ഏറിയൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ പണിയാണ് നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ വരാം. നമുക്ക്